Hello friends, welcome to my channel. ഞാൻ ഇന്ന് കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. പുളിയും കഴുകിയ ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടാക്കാൻ വെക്കാം. ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് വഴറ്റിയ ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. കൂടെ രണ്ടായിട്ട് മുറിച്ച 3 പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് വേപ്പില കൂടെ ചേർക്കുവാണ്. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി മുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഞാൻ വെള്ളം ചേർത്ത് ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ്. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. കുറച്ച് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് വഴറ്റിയ ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം മീനിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. കഴുകി വെച്ചിരുന്ന പുളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുകയാണ്. വെള്ളം തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ ചേർത്ത് കൊടുക്കാം. മീനിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് മീൻ വേവിച്ചെടുക്കാം. മീൻ മൂടി വെച്ച് വേവിക്കാം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. കറി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. സ്പൂണും തവിയൊക്കെ ഇട്ട് ഇളക്കിയ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. മീനൊക്കെ നന്നായി വെന്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ ചേർക്കാതെ തന്നെ നല്ല കുറുകിയ മീൻ കറിയാണ്. കറി നമ്മൾ തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴേക്കും
പുളിയും ഉപ്പും എല്ലാം പിടിച്ച് മീനിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അവസാനം കുറച്ച് വേപ്പിലയും എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. മിനിമം 2-3 മണിക്കൂർ കഴിഞ്ഞ് മീൻകറി സെർവ് ചെയ്താൽ നല്ല രുചിയും മണവും ആയിരിക്കും. കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു.